ഇത് CPMനുള്ള മുന്നറിയിപ്പാണ്. ന്യൂസ് ലാബിൻ്റെ കണ്ടെത്തലിൽ കണ്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷമുള്ള മുന്നറിയിപ്പാണ്. കാരണം നിങ്ങൾക്കുള്ള പണി, അതായത് CPMനുള്ള പണി മാധ്യമങ്ങൾ പുതിയ തലത്തിലൂടെ നടത്തിയെടുക്കുന്ന പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഏഷ്യാനെറ്റ് എങ്ങനെയാണ് CPM വിരുദ്ധത വച്ചുവിളമ്പി കേരളത്തിൽ വിതരണം ചെയ്തത്? അതിനൊരു പാറ്റേൺ ഉണ്ട്. കൃത്യമായ അച്ചിൽ വാർത്തെടുക്കുന്ന ഒരു വാർത്താ നിർമ്മാണ പ്രക്രിയയുണ്ട്. അത് നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. എന്നാൽ കമ്മി ചാനൽ എന്ന് വിളിപ്പേരുള്ള സഖാക്കളൊക്കെ വെട്ടിക്കണ്ടിച്ച് സ്റ്റാറ്റസ് ഇടാറുള്ള റിപ്പോർട്ടർ ചാനൽ ഇന്നലെ നടത്തിയത് എന്താണെന്ന് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും? ഏഷ്യാനെറ്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ കമ്മികളുടെ സ്വന്തം കമ്മി ചാനൽ അതേപടി പകർത്തി വിളമ്പി. അത് എന്തായിരുന്നുവെന്ന്, CPM ഇനി കടന്നു പോകേണ്ടി വരുന്ന കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ലാബ്. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇടയ്ക്ക് ന്യൂസ് ലാബിൽ അതിഥിയായി എത്തുന്ന രാഷ്ട്രീയ മാധ്യമ നിരീക്ഷകനായ ജയപ്രകാശ് ഭാസ്കരൻ പതിവായി ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട്. ഇത് ജയപ്രകാശ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ മനുഷ്യാവകാശ പ്രശ്നം? അല്ലെങ്കിൽ പിണറായി വിജയൻ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് തലയിൽ കുറച്ചെങ്കിലും തലച്ചോറ് ബാക്കി ഉണ്ടാകണം. അതില്ലാത്തവർ പിന്നെയും പിന്നെയും പിണറായി വിജയനെ ചീത്ത വിളിച്ച് സായുജ്യമടയും. ന്യൂസ് ലാബ് ആ വാചകത്തെ ഇങ്ങനെ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM എന്ന കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി നേരിടുന്നതും ഒരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കുന്നു എന്നതിലാണ് ന്യൂസ് ലാബ് പരിശോധിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ കാതൽ. ഇന്ന് ന്യൂസ് ലാബ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച ഏഷ്യാനെറ്റിൻ്റെ ക്ലോൺ പതിപ്പ് റിപ്പോർട്ടർ TVയിൽ കണ്ടതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു പോകാം. ആ ചർച്ചയിലേക്കല്ല, അതിൻ്റെ കെട്ടും മട്ടുമാണ് പ്രധാനം. CPM വിരുദ്ധത മുൻനിർത്തി പ്രത്യേകിച്ചും വിനു വി ജോൺ നയിക്കുന്ന ചർച്ചകളിൽ ഏഷ്യാനെറ്റിൻ്റെ പങ്കുകാരായും പതിവുകാരായും പ്രത്യക്ഷപ്പെടുന്നവർ ആരൊക്കെയാണ്? ഒന്ന്, ജോസഫ് സി മാത്യു. താൻ ജോലി ചെയ്യുന്ന IT കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തോ പരാതി പറയാൻ പണ്ട് VS അച്യുതാനന്ദനെ കാണാൻ ചെന്ന് പിന്നെ VS പക്ഷത്തിൻ്റെ നടത്തിപ്പുകാരിൽ പ്രധാനിയായി മാറിയ ആളാണ് ഈ ജോസഫ് സി മാത്യു. അതായത് നമ്മളുടെ വീട്ടിൽ പണിക്ക് വന്ന ഇലക്ട്രീഷ്യൻ പിന്നീട് നമ്മുടെ വീട് തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥ. അപ്പോൾ ജോസഫ് സി മാത്യു ആരാണെന്ന് മനസ്സിലായി കാണും. രണ്ടാമത് NB ചേക്കുട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. പണ്ട് കൈരളി ചാനലിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്ന ഒരാൾ. ആ പദവിയിലിരിക്കെ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് കലാകൗമുദിയിൽ CPM നിലപാടിന് വിരുദ്ധമായി ലേഖനം എഴുതുകയും പിന്നീട് കൈരളിയിൽ നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്ത ആളാണ് NB ചേക്കുട്ടി. ഇന്ത്യൻ എക്സ്പ്രസും മാധ്യമവും കടന്ന് ഒടുവിൽ തേജസ് ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ പദവിയിൽ വരെ എത്തിയ ആളുമാണ്. തേജസ് അടച്ചു പൂട്ടിയെങ്കിലും തലയിൽ കയറിയ CPM വിരുദ്ധത, പിണറായി വിരുദ്ധത തുറന്നു തന്നെ വച്ചിരിക്കുകയാണ്. മൂന്നാമത്തെയും നാലാമത്തെയും ആളുകളാണെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ വേഷത്തിലാണ് എത്തിയിട്ടുള്ളത്. കോൺഗ്രസ്സുകാരനായ N ശ്രീകുമാറും കോൺഗ്രസ് അനുകൂലിയായ ജോർജ് പൊടിപ്പാറയും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന ചർച്ചയിൽ റിപ്പോർട്ടർ TVയുടെ ലോഗോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഏഷ്യാനെറ്റല്ല എന്ന് തിരിച്ചറിഞ്ഞത്. ലേഡി വിനു വി ജോണായി CPMനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സ്മൃതി പരുത്തിക്കാടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ജോസഫ് സി മാത്യുവും NB ചേക്കുട്ടിയും N ശ്രീകുമാറും ജോർജ് പൊടിപ്പാറയും പിന്നെ സ്മൃതി പരുത്തിക്കാടും ഒരുമിച്ച് ചേർന്ന ചർച്ച അത് ഏത് വിധമായിരിക്കുമെന്ന് ന്യൂസ് ലാബിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ നിമിഷം ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് പേരിന് പോലും ഒരു CPMകാരനോ ഇടത് രാഷ്ട്രീയം പേറുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകനോ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഭാഗികമായെങ്കിലും റിപ്പോർട്ടർ TVയുടെ ഭാഗത്തും സ്മൃതി പരുത്തിക്കാടിൻ്റെ ഭാഗത്തും ന്യായമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെയാണ് ന്യൂസ് ലാബ് നേരത്തെ ചൂണ്ടിക്കാണിച്ച മനുഷ്യാവകാശ പ്രശ്നത്തിൻ്റെ പൊരുൾ കിടക്കുന്നത്. വഴിയേ പോകുന്നവനൊക്കെയും കയറിക്കൊട്ടാൻ പാകത്തിലുള്ള ചെണ്ടയായി CPMനെ അവരറിയാതെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന പണിയാണ് വിനുവും സ്മൃതിയുമൊക്കെ കേരളത്തിൽ ചെയ്യുന്നത്. അതായത്
CPMൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ CPM വിരുദ്ധരെ ഒന്നിച്ചിരുത്തുന്നതിലെ ചേർച്ചയില്ലായ്മയും വൈരുദ്ധ്യവും കണ്ടാൽ മാത്രം മതി ന്യൂസ് ലാബ് പറഞ്ഞ മനുഷ്യാവകാശ പ്രശ്നം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെയും റിപ്പോർട്ടർ TV-യുടെ ടിക്കറിൽ കാണാൻ കഴിഞ്ഞൊരു വാചകം CPM-ൽ ഭിന്നസ്വരം. പിന്നെ വാലും തലയുമില്ലാത്ത കുറച്ച് വാചകങ്ങളിൽ ടിക്കറിലിരിക്കുന്ന ഏതോ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അടിച്ചു നിരത്തി വച്ചിട്ടുണ്ട്. ഇത് അടിച്ചു വയ്ക്കുന്നവർക്ക് പോലും ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അറിയാമോ എന്ന കാര്യത്തിൽ ന്യൂസ് ലാബിന് നല്ല സംശയമുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും CPM ബീറ്റ് നോക്കുന്ന ഏതെങ്കിലും റിപ്പോർട്ടർ വിളിച്ച് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. അത് മുറിച്ച് ടിക്കറിൽ കൊടുത്തതാണെന്ന് ന്യൂസ് ലാബ് കാര്യമായും സംശയിക്കുന്നു. ഇങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ 4 മണി വാർത്തയിൽ പാർട്ടിയിൽ പുതുചേരിയുടെ തുടക്കമോ, CPM-ൽ ഉൾപാർട്ടി കലഹം, ഉന്നം പിണറായിയും MV ഗോവിന്ദനും, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടെന്ത്, CPM-ൽ പടപ്പുറപ്പാടോ തുടങ്ങിയ തലക്കെട്ടുകൾ സമാസമം അരച്ചു ചേർത്തുള്ള ലൈവിൽ TV പ്രസാദ് എന്ന വിവരദോഷി എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അതായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങളെ വലിയ തോതിലുള്ള ഉൾപാർട്ടി സമരമായി റിപ്പോർട്ടർ TV-യും TV പ്രസാദുമൊക്കെ ചേർത്തങ്ങ് സ്ഥാപിക്കുകയാണ്. വാർത്ത വായിക്കുന്ന വിനീത വേണു നല്ല ഒന്നാന്തരം കോൺഗ്രസ് അനുഭാവിയാണ്. TV പ്രസാദ് നേരത്തെ ഏഷ്യാനെറ്റിലായിരുന്ന കാലത്ത് CPM-നെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ അതൊക്കെയും ചെയ്തു തീർത്ത ശേഷമാണ് റിപ്പോർട്ടർ TV-യിലെത്തിയത്. ആള് ചില്ലറക്കാരനല്ല, SIT-യുടെ തലവൻ കൂടിയാണ്. അതായത് റിപ്പോർട്ടർ TV-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ. SIT തലവൻ്റെ ഒരു ഗതികേട് നോക്കണേ. CPM-നെ 4 ചീത്ത പറയാൻ അവസരം കിട്ടിയപ്പോൾ നേരെ ലൈവിൽ കയറി നിന്നങ്ങ് ഗർജിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷയൊക്കെ വിവരിച്ചാണ് പ്രസാദിൻ്റെ പ്രാസമൊപ്പിച്ചുള്ള റിപ്പോർട്ടിങ്. പിണറായി വിജയൻ്റെ കൂടെയുള്ള ചില നേതാക്കൾ പുറത്തേക്ക് പോകുന്നു. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലെ CPM രാഷ്ട്രീയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിന് ചുറ്റുമാണ്. എതിർവാക്കിന് മറുവാക്കില്ലാത്ത രീതിയിൽ കമ്മിറ്റികളിലും പുറത്തും പിണറായി വിജയൻ കേട്ടിരുന്നില്ല. വിഴിഞ്ഞ മോഹരി കൈമാറ്റത്തിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും എടുത്ത നിലപാടിൽ നിന്ന് എതിരായ സ്റ്റാൻഡ് എടുത്തു പോകുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഭിന്നസ്വരം. വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പിണറായിക്കും MV ഗോവിന്ദനുമെതിരായി കടുത്ത വിമർശനം ഏറ്റുവാങ്ങാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു. ഇങ്ങനെ ശ്വാസം വിടാതെ എങ്ങനെ പറയാൻ കഴിയുന്നു പ്രസാദേ? നീയൊരു അത്ഭുത പ്രതിഭാസം തന്നെ. അപ്പോൾ വിനിത വേണുവിൻ്റെ ചോദ്യം, കപ്പൽ ആടിയുലയുകയാണോ? കപ്പിത്താന്മാർക്ക് എന്ത് സംഭവിക്കുന്ന ചോദ്യം കൂടിയുണ്ട്. നേതൃമാറ്റം എന്നത് പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. വിനിത അവസാനിപ്പിക്കുന്നു. പ്രസാദ് റിപ്പോർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു. നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമാണെന്നാണ് TV പ്രസാദിൻ്റെ മറുപടി. പിണറായി വിജയന് മാത്രമായി പ്രായപരിധി കൂട്ടിക്കൊടുത്തതിനെ കുറ്റം പറഞ്ഞ ശേഷം MA ബേബി ഒരൊറ്റ തീരുമാനമെടുത്താൽ പിണറായിയെ CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നും പ്രസാദ് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടർ CPM-ൽ നിലവിലുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിക്കുന്നു എന്നതാണ് പ്രസാദിൻ്റെ വാർത്തയുടെ ഉള്ളടക്കം. അവസാനത്തെ ഈ വാചകമാണ് ന്യൂസ് ലാബിന് ഏറെ ഇഷ്ടപ്പെട്ടത്. എന്തായാലും CPM-ലെ വിഭാഗീയത മറനീക്കി പുറത്തു വരികയാണ്. അതായത് CPM-ൽ വിഭാഗീയതയുണ്ടെന്ന് TV പ്രസാദ് അടിവരയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി TV പ്രസാദിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരാണ് പ്രസാദേ CPM-ൽ വിഭാഗീയതയുണ്ടെന്ന് പറഞ്ഞത്? വിഴിഞ്ഞത്തിലെ അഭിപ്രായം പറച്ചിലുകൾ എങ്ങനെയാണ് വിഭാഗീയതയായി വ്യാഖ്യാനിക്കാൻ കഴിയുക? അതായത് കേരളത്തിലെ CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഭാഗീയതയിൽ കൂടി കടന്നു വന്ന ശേഷമാണ്. അതായത് CPM എന്ന പാർട്ടിയെ പിളർത്താൻ VS അച്യുതാനന്ദൻ എന്ന അധികായൻ സമ്പൂർണ്ണ മാധ്യമ പിന്തുണയോടെ കരുക്കൾ നീക്കിയപ്പോൾ അതിനെയൊക്കെയും സ്വന്തം കരുത്തിനെ പാർട്ടി കരുത്തിനൊപ്പം വിളക്കി ചേർത്ത് CPM എന്ന പാർട്ടിയെ പിളരാതെ കാത്തയാളുടെ പേരാണ് പിണറായി വിജയൻ എന്നത്. പ്രസാദ് അനിയന് അക്കാലമൊന്നും വലിയ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അന്നൊക്കെ ഈ പണി ചെയ്തിരുന്നത് പ്രസാദിൻ്റെയൊക്കെ ചേട്ടനായ അജയ് ഘോഷും സംഘവുമായിരുന്നു. അങ്ങനെ ഇത്തരം കൃമികീടങ്ങളെയൊക്കെയും പാർട്ടി ബലം കൊണ്ട് മറികടക്കുകയും വിഭാഗീയതയില്ലാത്ത പാർട്ടിയെ കോടിയേരിയുടെ കൈകളിൽ ഭദ്രമായി എത്തിച്ചു കൊടുത്ത ശേഷമാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദമൊഴിഞ്ഞത്. അതിനും ശേഷമാണ് 1 പതിറ്റാണ്ട് നീളുന്ന ഭരണത്തിന് പിണറായി നേതൃത്വം നൽകിയത്. കണ്ണൂരുകാരനായ TV പ്രസാദ് കണ്ണൂർ ഏതെങ്കിലും നേതാക്കൾ പറയുന്നത് കേട്ട് കണ്ണൂർ ജില്ലയിലെ CPM ആണ് സംസ്ഥാനത്തെ പാർട്ടി ആകെ നയിക്കുന്നത് എന്ന രീതിയിൽ
വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ചില നേതാക്കളുടെ ആഗ്രഹപ്രകാരം വാർത്ത എന്ന മഹത്തായ പ്രക്രിയയെ വെറും ചവറ് കഥയാക്കി പ്രസാദ് അവതരിപ്പിക്കുകയായിരുന്നു. വിഭാഗീയത എന്ന വാക്കിൻ്റെ വിലയും ഉള്ളടക്കവും അറിയാത്ത ടെലിവിഷൻ റിപ്പോർട്ടർ മാത്രമാണ് ഈ പ്രസാദ്. അല്ലെങ്കിൽ ലൈവിൽ വന്ന് നിന്ന് ഇങ്ങനെ വെളിവുകേട് പറയുമോ? ഇനി പറയാൻ പോകുന്ന കാര്യം CPM നേതാക്കൾ മാത്രമല്ല, എല്ലാ പാർട്ടി അംഗങ്ങളും CPMനെ സ്നേഹിക്കുന്നവരും കേൾക്കേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിയെ നശിപ്പിക്കാൻ പുതിയൊരു വാർത്താ നിർമ്മാണ കേന്ദ്രം, പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയൊരു മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിൽ രൂപം കൊള്ളുകയാണ്. ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ശ്രമിച്ച മഴവിൽ മുന്നണി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. മാധ്യമങ്ങളുടെ വെട്ടിൽ ചില CPM നേതാക്കൾ വീണു പോകുന്നുമുണ്ട്. അവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ലെങ്കിൽ പാർട്ടി എന്ന ബഹുജന പ്രസ്ഥാനം CPM എന്ന പേരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകും. അതാണ് ഇവിടെ ചില മാധ്യമങ്ങളുടെ അജണ്ട തന്നെ. അതിൽ വീണു പോകാതിരിക്കാൻ ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ പാർട്ടിക്കും കൊള്ളാം. വയോവൃദ്ധൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഇപ്പോഴും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന, മേപ്പാടി മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് മുണ്ടും മടക്കി കുത്തി ഇറങ്ങിച്ചെന്ന നേതാവിനെ ആത്യന്തികമായി പിളർപ്പെന്ന VS പക്ഷത്തിൻ്റെ അനിവാര്യതയെ അനിതരസാധാരണമായ ഇടപെടലിലൂടെ തകർത്തെറിഞ്ഞ് CPMനെ ഒറ്റ പാർട്ടിയായി നിലനിർത്തിയ നേതാവിനെ മാധ്യമങ്ങൾക്ക് കൊത്തിക്കീറാൻ ഇട്ടുകൊടുക്കുന്നത് കാലത്തിന് നിരക്കാത്ത പണിയാണെന്ന് ന്യൂസ് ലാബ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിണറായിയും ഗോവിന്ദനും ജയരാജനും ശൈലജയും ഒക്കെ നാളുകളിൽ മൺമറയും. പക്ഷേ അവർ ചോര നീരാക്കി വളർത്തിയ പാർട്ടി ഈ മണ്ണിൽ അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ വലയിൽ പോയി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 വർഷത്തെ ഭരണത്തിന് തുടർച്ച കിട്ടാതെ പോയതിന് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും കുറ്റം പറഞ്ഞു തുടങ്ങിയ സമയത്ത് തന്നെ ന്യൂസ് ലാബ് വ്യക്തമാക്കിയിരുന്നു, ഇതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി. ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തോൽവിയുടെ കാരണം വ്യക്തികേന്ദ്രീകൃതമായി പരിശോധിക്കാറില്ല. അതല്ല മാർക്സിസ്റ്റ് വിശകലന രീതി. വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള വിമർശനം താഴെത്തട്ടിലുള്ള പാർട്ടി അംഗങ്ങളെ സ്വാധീനിക്കുമെന്നും അന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിലുള്ളവർക്കും കുറ്റം പറയാൻ 1-2 പേരുകൾ വേണമായിരുന്നു. അത് പിണറായി വിജയനെന്നും MV ഗോവിന്ദനെന്നും മാധ്യമങ്ങൾ നിശ്ചയിച്ചു. അത് കേരളത്തിലെ 5.25 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഏറ്റുപാടി. അല്ലാതെ ഞാൻ പണിയെടുക്കാഞ്ഞിട്ടല്ല എൻ്റെ പാർട്ടി തോറ്റതെന്ന് ഒരൊറ്റയാളും പറഞ്ഞതായി കേട്ടില്ല. അവിടെയാണ് മാർക്സിസ്റ്റ് വിശകലനം അസാധ്യമാകുന്നതും CPM അംഗങ്ങൾ പ്രത്യയശാസ്ത്രബോധം ഇല്ലാത്തവരായി മാറുന്നതും. വിമോചന സമരകാലത്തെ മുക്കൂട്ടുമുന്നണി മാത്രമല്ല, സംഘപരിവാറിൻ്റെ കൂടി ഒത്താശയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. വെറും 3 ആളെ ഉള്ളൂവെങ്കിലും അവരും കൂടി ഭരിക്കുന്നതാണ് കേരളം എന്നൊരു ഫീല് കൊണ്ടുവരാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചുവരവാണ് ലക്ഷ്യമെങ്കിൽ മാധ്യമങ്ങൾക്ക് കൽപ്പിത കഥകൾ നിർമ്മിക്കാനുള്ള കഥാപാത്രങ്ങളെ നിർമ്മിക്കാതിരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നേതൃപദവിയിലുള്ളവർ കാണിക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളും ഉണ്ടാകില്ല, നിങ്ങളുടെ പാർട്ടിയും ഉണ്ടാകില്ല. അതാണ് ന്യൂസ് ലാബ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ 1-ാം വാചകമായി ഇങ്ങനെ പറഞ്ഞത്. ഇത് CPMനുള്ള മുന്നറിയിപ്പാണ്. ആവർത്തിച്ച് പറയുന്നു, ഇത് CPMനുള്ള മുന്നറിയിപ്പാണ്. ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.